നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് തക്കാളിയൊക്കെ ഇട്ട് വറുത്തരച്ച ഒരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 കാന്താരി, 3 കൊച്ചുള്ളി, 5 വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ചൂടാവാനായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാന്താരിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. 2 പച്ചമുളക് നെടുവേ കീറിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്ലാണ്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് 2-3 കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയായി അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ തക്കാളിയുടെ കഷ്ണം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏതാണ്ട് എണ്ണയൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റിയുമാണ്. ഇതുവരെ കഴിച്ചതിനേക്കാളും ഒരു വേറിട്ട രീതിയിലാണ് നമ്മൾ ഈ ഒരു മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി